നമുക്ക് സംസ്ഥാനത്തെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഒരു സുപ്രധാന ഫാക്ടർ ആവുന്നത് കേരള കോൺഗ്രസുകളുടെ സ്വാധീനമാണ്. കേരള കോൺഗ്രസുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുമെന്ന പ്രസക്തമായ ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. കാരണം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്നവരാണല്ലോ കേരള കോൺഗ്രസുകൾ. ഈ കേരള കോൺഗ്രസുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കാനുള്ള പങ്ക് അങ്ങേയറ്റം നിർണായകമാണ്. ഇതിൽ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസിന്റെ പങ്ക് അങ്ങേയറ്റം നിർണായകമാണ്. അതിൽ ജോസ് കെ മാണി കരുത്ത് കാട്ടുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അത് കഴിഞ്ഞ തവണത്തെ ഉണ്ടായ സാഹചര്യം നിലനിർത്തുമോ? ആ ചോദ്യം നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കരുത്തർ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ കേരള കോൺഗ്രസ് പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, ജോസഫ് ഗ്രൂപ്പ് തിരികെ എത്തുമോ എന്നതാണ്. കഴിഞ്ഞ തവണ ഈ പിളർച്ചയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത്ര കണ്ട് വിജയിക്കാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല. ആ നേട്ടം നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്നതാണ്. ഈ കേരള കോൺഗ്രസിന്റെ സ്വാധീനം പ്രകടമാവുന്ന ഇടങ്ങൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകൾ. അത് പ്രധാനമായും ആര് പിടിക്കും? കാരണം നമുക്കറിയാം സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയം പ്രകടമാവുന്നത് ജില്ലാ പഞ്ചായത്തുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നോക്കുമ്പോഴാണ് പത്തനംതിട്ട, കോട്ടയം, ഒപ്പം ഇടുക്കി ജില്ലാ പഞ്ചായത്തുകൾ. ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ ഏത് കക്ഷിക്കൊപ്പം നിൽക്കും എന്നതിൽ ഏറ്റവും പ്രസക്തമാവുക കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം കൂടിയാണ്. അത് എത്ര കണ്ട് എന്നുള്ളത് വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ടാകുന്നു. എന്തായാലും സാഹചര്യം അതാണ്. കേരള കോൺഗ്രസുകളുടെ വിധിയെഴുത്തായി കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുന്നു. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ്. എന്താണ് കേരള കോൺഗ്രസുകളുടെ പ്രതീക്ഷ? അതിനൊപ്പം അവർക്ക് മുന്നണി കിട്ടിയ പരിഗണന അടക്കം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് കോട്ടയത്തേക്ക് പോകേണ്ടതുണ്ട്. കോട്ടയത്തു നിന്നും ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പല സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സും നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യാറുണ്ട്. ആദ്യഘട്ടത്തിലെ 7 ജില്ലകളിലെ സുപ്രധാനമായ ഫാക്ടറുകളിൽ ഒന്ന് കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസുകളുടെ സ്വാധീനം എത്ര കണ്ടെന്നുള്ളത്, കോട്ടയം അവരുടെ തട്ടകം, സമീപ ജില്ലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന കേരള കോൺഗ്രസിന്റെ നെറ്റ്വർക്ക് എത്ര കണ്ട് പ്രകടമാവും? ജോസ് കെ മാണി കഴിഞ്ഞ തവണത്തെ ആ കരുത്ത് ഇത്തവണ കാട്ടുമോ? ശ്രീജിത്ത്, ജോസഫ് ഗ്രൂപ്പ് തിരികെ വരുമോ? എന്താണ് സാഹചര്യങ്ങൾ? സജിത്ത്, തീർച്ചയായും സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള കോൺഗ്രസുകളുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടിയുള്ള ചില മാറ്റങ്ങൾക്ക് കൂടിയുള്ള തുടക്കമായി ഈ മധ്യ കേരളത്തിലെ ഫലം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ കോട്ടയം മാത്രമല്ല, പത്തനംതിട്ട, തൊട്ടപ്പുറമുള്ള ഇടുക്കി, ഈ 2 ജില്ലകളിലെ കൂടി ഫലം കൂടി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കരുത്ത് കൂട്ടുമോ എന്നുള്ളത്, ജോസ് കെ മാണി കൂട്ടുമോ എന്നുള്ളതിന് കഴിഞ്ഞ തവണ തന്നെ പരമാവധി കരുത്ത് കാണിച്ചു ഈ ഇടതുമുന്നണിയും ഒപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗവും കൂടെ ചേർന്നപ്പോൾ. അതിൻ്റെ കണക്ക്, ജില്ലാ പഞ്ചായത്ത് അവർ ഭരിക്കുന്നു, മികച്ച ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10ലും LDF ഭരിക്കുന്നു. ഏതാണ്ട് 71 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 50-ലധികം ഇടത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് തൊട്ട് മുൻപ് കെ മാണിയൊക്കെ ഉണ്ടായിരുന്ന UDFന്റെ കാലത്ത് ഏതാണ്ട് 50-ലധികം 52ഓളം പഞ്ചായത്തുകൾ ഇപ്പുറത്ത് UDF ഭരിച്ചിരുന്നതാണ്. അതാണ് നേരെ തിരിഞ്ഞത്. കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ നിലനിർത്തിയാൽ തന്നെ കാര്യങ്ങൾ ജോസ് കെ മാണി വിഭാഗത്തിനും ഇടതുമുന്നണിക്കും വലിയ ശുഭസൂചനയായി മാറും കോട്ടയത്തിൻ്റെ കാര്യത്തിൽ എന്നതിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് സമാനമായി പത്തനംതിട്ടയിലും ഒപ്പം തന്നെ ഇടുക്കിയിലുമൊക്കെയും സംഭവിക്കാൻ പോകുന്നത്. നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വിഭാഗം എത്തിയതോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇടതുമുന്നണിക്ക് എന്നുള്ളതാണ്. ഇവിടെ ജോസ് കെ മാണി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഘടകം ഇടതുമുന്നണി പ്ലസ് കേരള കോൺഗ്രസ് എം, അതൊരു കോംബോ ആണ്. ഈ കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നത് പലതും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിക്ക് ഒരു ബേസ് വോട്ട് ഉണ്ടാകും, പക്ഷെ അവിടെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. പക്ഷേ ആ ബേസ് വോട്ടിലേക്ക് ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എം വോട്ട് ഒരുപക്ഷെ ഈ 2 എന്ന ചിഹ്നം, അത് കാലങ്ങളായി ജനങ്ങൾക്ക് ഒരു UDF ചിഹ്നമായി കൂടി കിടക്കുന്ന ഫലത്തിൽ കിടന്നിരുന്ന ഒരു ചിഹ്നമാണ്. അതിന് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ ജയം ഉറപ്പിക്കുന്നതെന്ന് ജോസ് കെ മാണി വിഭാഗം പറയുന്നു. അവർ ഏതാണ്ട് ഒരു 1.5 കൊല്ലമായി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തിയവരാണ്. മാത്രവുമല്ല,
കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഇടതുമുന്നണി ഈ കണക്കുകൂട്ടലുകളൊക്കെ പ്രകാരം കൊടുത്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നോട്ട് പോയാൽ അവിടെ പ്രതിസന്ധിയിലാകുന്നത് കേവലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാത്രമല്ല സജിത്ത്. അവിടെ കോട്ടയത്ത് ഒരുപക്ഷെ കോട്ടയായി കരുതപ്പെടുന്ന UDF സംവിധാനത്തിനാകെ അത് വലിയൊരു തിരിച്ചടിയാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അവരും നടത്തുകയാണ്. താഴെ തട്ടിലാണ് പ്രവർത്തനം. പരമാവധി റിബലുകളെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും പലയിടത്തും റിബലുകൾ ഒരു വില്ലനായി തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ തവണ നഗരസഭകളിൽ അവർക്ക് പാല ഒഴികെയുള്ള നഗരസഭകളിൽ ഭരണം UDF-നായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ പിന്നീട് ചങ്ങനാശ്ശേരി ഭരണം ചിലർ സ്വതന്ത്രന്മാരൊക്കെ മാറിയതോടുകൂടി UDF-ന് നഷ്ടമാകുന്ന സാഹചര്യം വന്നു. എന്നിരുന്നാൽ തന്നെയും നഗര ഭരണങ്ങൾ പരമാവധി പിടിക്കുക എന്നുള്ള തന്ത്രം UDF-നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ റിസൾട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി വലിയ ചർച്ചകൾ നടത്തി ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ഒക്കെ രാപകലില്ലാതെ ചർച്ചകൾ നടത്തിയാണ് സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനമൊക്കെ നടത്തിയത്. അത് വിജയം മാത്രം മുന്നിൽ കണ്ടുള്ള ചില നീക്കങ്ങളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ജോസഫ് ഗ്രൂപ്പ് ചില സീറ്റുകൾ വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് വന്നത്. മുസ്ലിം ലീഗിന് കിട്ടിയ സീറ്റ് പോലും അവർ തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം വന്നത്. ഇതൊക്കെ മുന്നണി ജയിക്കണം എന്ന ചിന്തയാണ്. മുന്നണി ജയിക്കുക എന്നുള്ളത് കോട്ടയത്തെ സംബന്ധിച്ച് മാത്രമല്ല സജിത്ത്, അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നോക്കൂ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയൊക്കെ UDF-ന്റെ കോട്ടകളായിരുന്നു ഒരു കാലത്ത്. അവിടെ പത്തനംതിട്ടയിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ കോട്ടയത്ത് ഒരു 5 സീറ്റ് വരെ UDF-ന് കിട്ടിയിരുന്നെങ്കിൽ അത് താഴോട്ട് പോകുന്ന നിലയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറി 2-3 സീറ്റിലേക്ക് ഒതുങ്ങുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് കഴിഞ്ഞ തവണ. അതുകൊണ്ട് തന്നെ സജിത്ത്, നമ്മൾ കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത് സംസ്ഥാന രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പുറത്ത് BJP-യും വലിയ ശ്രമങ്ങൾ നടത്തുന്നു. ഒരുപാട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നു. പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ PC ജോർജിനൊക്കെ സ്വാധീനമുള്ള മേഖലകളിൽ ഇന്നലെ PC ജോർജ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ 4 സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിൽ തങ്ങൾ നേടുമെന്ന്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അത്രത്തോളം സംഭവിച്ചില്ലെങ്കിൽ പോലും ചില 10ഓളം പഞ്ചായത്തുകൾ ഉറപ്പായും ലഭിക്കുമെന്ന് BJP പറയുന്നു. നിലവിൽ 2 പഞ്ചായത്താണുള്ളത്. അപ്പോൾ ക്രൈസ്തവ പരീക്ഷണം BJP-യുടേത് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് കൂടി മധ്യ കേരളത്തിലെ ഫലത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരും. അത് മുന്നോട്ടുള്ള ഭാവി രാഷ്ട്രീയത്തിൽ വളരെ നിർണായകവുമാണ്. എന്തായാലും BJP വളർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പാറ്റേണിലേക്ക് വീണ്ടും തുടർന്നും വളരുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ പൊളിറ്റിക്സിന് എന്താണ് സ്വാധീനം എന്നുള്ളത് നിൽപ്പുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് UDF രാഷ്ട്രീയം, അതിൻ്റെ സാധ്യതകൾ, അത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നുള്ളതിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ചേർത്ത് ഉത്തരം പറയേണ്ടി വരും സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നിർണായകമാവുന്ന ചോദ്യം. ശ്രീജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. ഈ കേരള കോൺഗ്രസ്കിടയിൽ നടക്കുന്ന ഒരു കിടമത്സരമുണ്ട്. കേരള കോൺഗ്രസിലെ കരുത്തരാര്, കോട്ടയത്തെ കരുത്തരാര് എന്ന ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം PJ ജോസഫും മറ്റും ഇതിന് വളരെ വൈകാരികമായ മറുപടി പോലും പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ മുന്നണിക്കകത്ത് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റമുണ്ടായാൽ കേരള കോൺഗ്രസുകളുടെ മുന്നണി മാറ്റം വീണ്ടും ഒന്നും സംഭവിച്ചുകൂടായില്ല എന്ന സാധ്യത പോലും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ജോസ് കെ മാണിയൊക്കെ നിഷേധിച്ചാൽ പോലും ആ സാധ്യതയൊന്നും നമുക്ക് കേരള കോൺഗ്രസിൽ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ കൂടി പ്രസക്തമാണ്. അപ്പോൾ മുന്നണിയുടെ വിജയം, ഒപ്പം തങ്ങളുടെ രാഷ്ട്രീയപരമായ മേൽക്കോയ്മയ്ക്ക് 2 കേരള കോൺഗ്രസുകളും മത്സരിക്കുന്നു കൂടിയുണ്ട്. ഇരു മുന്നണികളും 2 കേരള കോൺഗ്രസിനും മികച്ച പരിഗണന നൽകിയല്ലേ ശ്രീജിത്ത് ഇത്തവണ കളത്തിൽ ഇറക്കുന്നത്? അതുകൊണ്ട് അവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു അഭിമാന പോരാട്ടം കൂടിയായി ഈ ചിത്രം മാറുകയല്ലേ? സജിത്ത്, ഇത്തവണ LDF അങ്ങനെ കാര്യമായി ജോസ് കെ മാണി വിഭാഗത്തിന് സീറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ജില്ലയിലെ ആകെ കണക്കെടുത്താൽ ജില്ലാ പഞ്ചായത്ത് സീറ്റിലടക്കം 9+1 സ്വതന്ത്രൻ, അങ്ങനെ 10 എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് കൂടുതൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന്റെ കണക്കെടുത്താൽ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ 9 സീറ്റ് കൊടുത്തു, 8 മത്സരിക്കേണ്ടി വന്നു. പിന്നീട് ഇത്തവണ അത് നോക്കുമ്പോൾ അത് 7 ഇടത്തേക്കായി ചുരുങ്ങുന്നുണ്ട്. ഏതാണ്ട് 600-ലധികം സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുമ്പോൾ അപ്പുറത്ത് ഏതാണ്ട് 1000-ലധികം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ കണക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ കൂടിയേക്കാം. എന്തായാലും കണക്കുകൾ തിട്ടപ്പെടുത്തിയാൽ, എണ്ണി നോക്കിയാൽ ഒരുപക്ഷെ സീറ്റുകൾ എണ്ണത്തിൽ കൂടുതൽ മത്സരിക്കുന്നത് അത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് എം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സീറ്റെണ്ണം മാത്രം പോരാ, ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഡാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സംസ്ഥാന രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ 10-20 ദിവസമാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വോട്ടെടുപ്പായി ഇത് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പഴയ UDF-ന്റെ കോട്ടയം, അവിടെ
കോൺഗ്രസിനും ജോസഫ് ഗ്രൂപ്പിനും ഒക്കെ കരുത്ത് കാട്ടാൻ കഴിഞ്ഞാൽ, ഒരു UDF പൊളിറ്റിക്സ് എന്ന നിലയിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ അത് വലിയ ചരിത്രമായി മാറും. അവിടെ നേരത്തെ സൂചിപ്പിച്ച ഇപ്പുറത്തുള്ള ജോസ് കെ മാണി വിഭാഗത്തിന്റെ കാര്യം ഒരല്പം പരുങ്ങല്ലാകും. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസുകളുടെ കാര്യമാണ് ഏത് നിമിഷവും U-ടേൺ എടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരള ചരിത്രത്തിൽ തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ജോസ് കെ മാണി ആവർത്തിച്ച് പറയുന്നുണ്ട് മുന്നണി മാറില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ പല പിളർപ്പുകളും ഒക്കെയും ഇത്തരം ഫലങ്ങളിലൂടെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്രത്തോളം നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പ്. ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തെ അതുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴുള്ള കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ നിലയിൽ നമ്മൾ അത്ര വലിയ രാഷ്ട്രീയമായി കാണുന്നില്ല എങ്കിൽ പോലും കോട്ടയത്ത്, ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ നടന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾ, താഴെത്തട്ടിൽ നടന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ സാഹചര്യം കൂടി വ്യക്തമാക്കുന്നതാണ്. അവിടെ കേരള കോൺഗ്രസുകളുടെ മുന്നോട്ടുള്ള പോക്ക് എന്നതിനു കൂടി ഉത്തരമാകും സജിത്ത്. യെസ്, അതാണ് ശ്രീജിത്ത് കാര്യം. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. അവിടെ മധ്യ തിരുവിതാംകൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയം കൃത്യമായി കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ സൂചന ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെ നന്ദി ശ്രീജിത്ത്.